ദേ ഇപ്പൊ നിങ്ങൾ പോയി 2 മെഴുകുതിരി മേടിച്ചോണ്ട് വാ, അത്യാവശ്യ. ആ പെട്ടെന്നാവട്ടെ. എന്തത്യാവശ്യം? മെഴുകുതിരിയാണോ നീ വരണവർക്ക് തിന്നാൻ കൊടുക്കണത്? എന്റെ സരോജം, ഞാൻ കുളിച്ച് അലക്കി തേച്ച ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. ഇനി അത് മേടിച്ചുണ്ടാ ഇത് മേടിച്ചുണ്ടാന്നൊക്കെ പറഞ്ഞാലേ എന്നെ കൊണ്ടൊന്നും പറ്റൂല. എന്തെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറയണമായിരുന്നു. ശരി വേണ്ട, അവര് വരുമ്പോ കറണ്ട് പോയാ ഇരുട്ടത്തിരുത്താൻ നമുക്ക്. ഈ മനുഷ്യൻ നിങ്ങക്ക് ഭയങ്കര വേണ്ട, ഞാൻ പോകാം. കഴിഞ്ഞല്ലോ കാര്യങ്ങള്. അയ്യോ എന്റെ നടുവേ, ആ എനിക്ക് വയ്യേ, എന്റെ നടുവേ. അയ്യോ 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 എന്റെ നടുവേ. അയ്യോ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോ നോക്കിയിരിക്കെ ഈ നടുവേദന. നടു ഉളുക്കാൻ കണ്ടൊരു നേരം. അയ്യോ അയ്യോ അയ്യോ. ശരി ശരി, രൂപയിടുതാ. ഇനി വഴിയിലൊന്നും ഞാൻ നടുവടിച്ച് വീഴില്ല. അയ്യോ അയ്യോ. രക്ഷപ്പെട്ട്. അച്ഛനെയും മോളെ ഓരോരോ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു. ഇനി രവിവർമ്മൻ സാറ് വരുമ്പോ സ്വസ്ഥമായിട്ട് കല്യാണക്കാരെ സംസാരിക്കാം. എന്റെ കരിക്കൊത്തിയമ്മേ, എല്ലാം ഒന്ന് ഭംഗിയാക്കി തരണേ. ഹലോ സർ. ആ ശ്രീലക്ഷ്മി പറയൂ. സാർ യാത്ര ചെയ്യാണോ? ആ ഞാൻ ദേ ഇപ്പോ വീട്ടിലെത്തും. ഇന്നെന്നെ ഇവിടെ അത്താഴത്തിന് ക്ഷണിച്ചിരുന്നു, മറന്നോ താൻ? ഏയ് ഒരിക്കലുമില്ല സർ. അച്ഛനും അമ്മയും സാറിനെ കാത്തിരിക്കുക. അമ്മയ്ക്കാ കൂടുതൽ ത്രില്ല്. സത്യം പറഞ്ഞ കുറച്ചു ദിവസത്തിന് ശേഷം അമ്മ ഇന്ന സന്തോഷിച്ച് കാണുന്നത് തന്നെ. എന്റെ പഴയ അമ്മയെ എനിക്ക് മടക്കി കിട്ടി സർ. അതിന് സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. കമോൺ ശ്രീലക്ഷ്മി, തന്റെ അമ്മയെ സന്തോഷിപ്പിക്കാൻ ഞാൻ അത്രയ്ക്ക് എന്ത് ചെയ്തു എന്നാ താനീ പറയുന്നത്? ഇറ്റ്സ് എ ഫ്രണ്ട്ലി വിസിറ്റ്. കൂട്ടത്തിൽ അല്പം ആഹാരവും കഴിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അതൊരു ചെറിയ കാര്യമല്ല സർ. അമ്മയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു സാർ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ വരണമെന്ന്. അതാ ഇന്ന് നടക്കാൻ പോകുന്നത്. സാറിന് ഇതൊരു ചെറിയ കാര്യമാണെങ്കിലും അമ്മയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഇതൊരു വളരെ വലിയ കാര്യമാണ്. അതിന് ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ ശ്രീലക്ഷ്മി, ഇതിനെ ഇത്രയേറെ ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? സോറി സർ, സാർ ഒരു വെറും സാധാരണ മനുഷ്യനല്ല. അമ്മയ്ക്കും അച്ഛനും സാർ ദൈവത്തെ പോലെയാ. ഓ ശരി ശരി, ഇന്നത്തെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ. നാളെ എപ്പോഴെങ്കിലും താൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ദൈവമല്ലെന്ന്. അവരുടെ വിശ്വാസം മാറ്റണ്ട സർ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. വാസ്തവത്തിൽ ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാ. ചോദിക്കൂ, എന്താ കാര്യം? സാറിന് ഏത് ഐസ്ക്രീമാ ഇഷ്ടം? ഏത് ഫ്ലേവർ? ഐസ്ക്രീം? അതെ സർ, സാറിന് ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങാൻ അമ്മ എന്നെ പറഞ്ഞയച്ചിരിക്കുക. ഇവിടെ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ബേക്കറി ഉണ്ട്. എന്തൊക്കെയാ നിങ്ങൾ ഈ വിളമ്പാൻ പോകുന്നത്? ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും ഒന്നും വേണ്ടായിരുന്നു. ആ ഏതായാലും ശ്രീലക്ഷ്മി ഇറങ്ങി തിരിച്ചല്ലേ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല. ഏതായാലും വാങ്ങിച്ചോ. അങ്ങനെയാണെങ്കിൽ സർ എനിക്കിഷ്ടമുള്ളത് സ്ട്രോബെറി ഐസ്ക്രീമാ. സാറിനും അത് തന്നെ വാങ്ങിയാലോ? തന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം, ആയിക്കോട്ടെ. താങ്ക് യു സർ. സാർ എത്തുമ്പോഴേക്കും ഞാനും എത്തും. താങ്ക്സ് അലോട്ട്. ഓക്കെ.
താങ്ക് യു. അല്പസമയം കൂടി വെയിറ്റ് ചെയ്യൂ. സാർ ഓൺ ദ വേ ആണ്. ഒരു കാര്യം ചെയ്യൂ, നേരത്തെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യൂ. ഇന്നലെ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും ആളുടനെ എത്തും. ഓക്കെ മാഡം, താങ്ക് യു. നൈസ്. ഇതെന്താണെന്നറിയോ രാജാറാമിന്? അറിയില്ല, സാറ് പറയും. അവർ നമുക്ക് അത്രയ്ക്ക് ബഹുമാനം നൽകുന്നതെന്നാണ്. ദേ ആർ സെലിബ്രേറ്റിംഗ് ദിസ് ഒക്കേഷൻ. നമ്മളെ അത്ര വലിയവരായിട്ട് അവർ കാണുന്നു. മനസ്സിലായി സാർ. അവര് സാറിനെ ദൈവത്തെ പോലെയാ കാണുന്നതെന്ന് മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ മുട്ടത്തലേന് സാറിന്റെ കൂടെ കേറി വന്നിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ അതൊന്നും നോക്കിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം നടക്കണം, അത്ര തന്നെ. അല്ല സാർ. നമസ്കാരം സാർ. നമസ്കാരം. വരണം വരണം, കാത്തിരിക്കായിരുന്നു. ശ്രീലക്ഷ്മിയുടെ അച്ഛനില്ലേ? കണ്ടില്ല. ദാ ഇപ്പൊ വരും സാർ. അച്ഛനും മോളും കൂടെ ഓരോരോ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്ക. സാർ കയറിയിരുന്നാട്ടെ. അയ്യോ വേണ്ട സാർ, കാലിൽ കിടന്നോട്ടെ. അന്ന് ആളറിയാതെ ഒരു അബദ്ധം പറ്റിയതാ. സാർ ആദ്യമായി ഇവിടെ വന്നപ്പോ ഷൂ ഒക്കെ ഊരിപ്പിച്ച് അകത്തേക്ക് കയറ്റിയതോർത്ത് പിന്നീട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ട്. പക്ഷേ അന്നതിൽ എനിക്ക് ഒരു വിഷമവും തോന്നിയില്ല. ശ്രീലക്ഷ്മിയുടെ അമ്മ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാനല്ലേ ഓർക്കാതെ ഷൂട്ട് അകത്ത് കയറിയത്. വേണ്ടായിരുന്നു. വരൂ സാർ. രാജാവേ, അകത്തേക്ക് വരുന്നില്ലേ? വാ സാറേ, അകത്തിരിക്കാം. രാജാവല്ല, രാജാറാം. അതെ അതെ, എനിക്ക് എപ്പോഴും ആ പേര് തെറ്റും. സത്യത്തിൽ സാറിനെ കാണുമ്പോ എനിക്ക് പഴയ ഒരു രാജാവിനെ ഓർമ്മ വരുന്നത്. അതുകൊണ്ടാ. സോറി സാറേ. രണ്ടാളും അകത്തേക്ക് വന്നട്ടെ. വാ സാറേ. സോ നമുക്ക് ഈ മൂഡ് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? Shall we go for a dinner? എന്തു പറയുന്നു? Wow, that's great, sir. Are you serious? Yeah, definitely yes. പക്ഷേ ഇന്ന് വേണ്ട, നാളെ ഓക്കെ അല്ലേ? ആർ യു കംഫർട്ടബിൾ? സൗകര്യങ്ങളൊക്കെ വളരെ കുറവാ. ദേ ഇങ്ങോട്ടിരിക്കാം.
ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ, മൊത്തത്തിലൊരു വെളിച്ചം. അങ്ങനെയൊന്നുമില്ല സാറേ, വിളക്കുകളെല്ലാം കത്തിച്ചു വെച്ചു. പിന്നെ ഒരു സന്തോഷത്തിന് ദേ ഈ കൊച്ചു മിന്നാമിന്നി ലൈറ്റും ഇട്ട് മുന്നിൽ കിടന്ന സോഫ സെറ്റ് എടുത്ത് അകത്തിട്ടു. അത്രേ ഉള്ളൂ. എന്താ സാറേ നോക്കുന്നത്? കുഴപ്പമല്ലോ ഉണ്ടോ ഇവിടെ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു, അത്രേ ഉള്ളൂ. അടുക്കളയിൽ ഒളിഞ്ഞു നോക്കുന്നതും മേശയുടെ അടി കുനിഞ്ഞു നോക്കുന്നതാണോ ഡ്യൂട്ടി? അതൊന്നും ഡ്യൂട്ടിയാണ് സാറേ, മനസ്സിലായില്ല. സാറിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് ഞാനാ, മനസ്സിലായോ? എവിടെ ഏത് അപകടം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ ശ്രദ്ധിക്കണം. അതാണ് എന്റെ ഡ്യൂട്ടി. നിങ്ങൾ ഇതിൽ ഇടപെടണമെന്നില്ല. ശരി ശരി ശരി, ആയിക്കോട്ടെ. ആ, രണ്ടാൾക്കും ആദ്യം വെള്ളം കുടിക്കാം. സാർ ഒരു മിനിറ്റ്. എന്താ ഇത്? വെള്ളം. അത് മനസ്സിലായി. എന്താണ് ഇതിലൊരു നിറവ്യത്യാസം? ആഹാ, അത് കരിങ്ങാലിയിട്ട് തിളപ്പിച്ചതാ. ശരീരത്തിന് നല്ലതായിരിക്കും. ആ, കുടിക്കലേ കുടിക്കലേ. രാജാവ് സാറിനെ ഈ ഗ്ലാസ്സിലാ. അറിയാം, കിടന്ന് വിളിക്കണ്ട. ഈ വെള്ളത്തിൽ വിഷാംശം ഉണ്ടോ എന്ന് പരിശോധിക്കണം. സാറിന്റെ ആരോഗ്യം നോക്കേണ്ടതേ എന്റെ ഡ്യൂട്ടിയാ. സാർ അങ്ങനെ എല്ലായിടത്തുനിന്നും വെള്ളം കുടിക്കാറില്ല. കുടിക്കുമ്പോ ഞാനാണ് ശ്രദ്ധിക്കേണ്ടത്. സാർ പ്ലീസ്. എന്റെ കരിക്കോത്തിയമ്മേ, സമ്മതിച്ചു. ഞാൻ ഇതൊക്കെ കഥകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്റെ കണ്ണുകൊണ്ട് കാണുന്നത് ഇപ്പോഴാ. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം നോക്കാൻ ഇങ്ങനെയും ചില വഴികളുണ്ട്. ഞങ്ങളൊക്കെ എന്തുമാത്രം വിഷമാ അറിഞ്ഞോ അറിയാതെ കുടിക്കുന്നത്. അതൊക്കെ ആര് നോക്കാൻ? അങ്ങനൊന്നുമില്ല. പുറത്തൊക്കെ പോകുമ്പോ ചിലപ്പോ രാജാറാമിന് എന്തോ സ്പെഷ്യൽ കെയർ എടുക്കണമെന്നൊക്കെ തോന്നാറുണ്ട്. That's all. രാജാറാം ഇരിക്കൂ. ആ വെള്ളം ഇനി വെള്ളം കുടിക്കുക. കരിങ്ങാലി വെള്ളം ശരീരത്തിന് നല്ലതാണ്. രക്തശുദ്ധി വരട്ടെ. ആ, പിന്നെന്തൊക്കെയുണ്ട് സാറേ? സാറിനറിയാലോ ഈ സരോജത്തിന്റെ സ്വഭാവം. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. നേരെ വാ പോളിസിയാ സാറേ എന്റേത്. എനിക്കൊരു കാര്യം സാറിനോട് നേരിട്ട് പറയാനുണ്ട്. അതിനാണ് വെപ്രാളപ്പെട്ട് വിരുന്നിന് വരാൻ വിളിച്ചത് തന്നെ. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. സാറേ, സാറ് നമ്മുടെ ഈ വീട്ടിൽ വന്നത് നമ്മുടെ ഭാഗ്യവാ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. തിരക്കൊക്കെ മാറ്റിവെച്ചിട്ട് വന്നല്ലോ. അതുകൊണ്ട് തന്നെ സാറ് ഞാൻ ഈ പറയുന്ന കാര്യത്തിന് ഗൗരവത്തിലെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീലക്ഷ്മിയുടെ അമ്മ ഇതുവരെ കാര്യം പറഞ്ഞില്ല. പറയാം സാറേ, നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയുടെ കാര്യവാ. വെരി വെരി ഇമ്പോർട്ടന്റ് കാര്യം. സാറ് ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കാം. ആ വെരി വെരി ഇമ്പോർട്ടന്റ് കാര്യം പറയൂ. അതെന്താന്ന് വെച്ചാ, നമ്മുടെ ശ്രീലക്ഷ്മിക്ക് കല്യാണപ്രായമായിരിക്കല്ലേ. സാറ് വേണം.
രാജാവേ എന്തു പറ്റി? തലയിൽ തട്ടിയാ മതി, മാറും. തട്ടിത്തരണോ? വേണ്ട വേണ്ട, ഇറ്റ്സ് ഓക്കെ. സോറി സാർ. സാറേ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സാറുമായി എനിക്ക് ശ്രീലക്ഷ്മിയുടെ കല്യാണത്തിന്റെ കാര്യത്തിനെ കുറിച്ചാ. സാറെന്തിനാ എഴുന്നേക്കുന്നത്? സാർ ഇരിക്കേ. നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് നന്നായി അറിയാം. ഞാൻ ഇവിടെ ഇരുന്നാ ശരിയാവില്ല. രാജാറാം, അയ്യോ, അറിയാമോ? എപ്പോ? ശ്രീലക്ഷ്മിയും അപ്പുറത്തെ ദീപും തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? നീ ആരാ? എന്തിനാ എന്നെ ഫോളോ ചെയ്തത്? നിനക്ക് എന്താ വേണ്ടത്? എന്താ നിന്റെ പേര്? സർ, ഞാൻ ഈ സാറിനെ അല്ല ഫോളോ ചെയ്തേ, അവളെയാ. അവളെയോ? ഏതവൾ? മനസ്സിലായില്ല. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോണ പയ്യനാ, ആ ശ്രീലക്ഷ്മിയെ. ദീപുമായിട്ടോ? ആ, അതെ. അടുത്ത വീട്ടിലെ പയ്യനാ. അന്ന് നിങ്ങൾ ഇവിടെ വന്നപ്പോ ആ പയ്യൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അവനങ്ങ് ആഫീസിലും വന്നിട്ടുണ്ട്. മെലിഞ്ഞ് നീണ്ടൊരു പയ്യൻ, അവൻ തന്നെ. നല്ല ബന്ധാണ് സാറേ. ഒരുപാട് കാശുള്ള കുടുംബാ. ഈ ബന്ധം നടന്നാ മതി അവളുടെ ഭാവി സുരക്ഷിതമാവാൻ. സാറ് വേണം എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ. എനിക്കറിയാം സാറിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ലെന്ന്. പക്ഷേ ശ്രീക്ക് സാറിന് വലിയ ബഹുമാനാ. അവൾക്കാണെങ്കിൽ ഈ കല്യാണത്തിന് താല്പര്യമില്ല. സാറേ, സാറ് പറഞ്ഞ ഉറപ്പായി അവള് കേക്കും. ദയവ് ചെയ്ത് ഈ ഒരു ഉപകാരം സാറ് ഞങ്ങൾക്ക് ചെയ്തു തരണം. എന്റെ ഒരു അപേക്ഷയാണ്.